പേരൻസിനെ പ്രൈമറി കെയർ ഗിവേഴ്സും അവരെ തന്നെ പ്രൈമറി ഇൻ്റർവെൻഷനിസ്റ്റായിട്ടും ട്രെയിൻ ചെയ്യാനുള്ള ഒരു ലെവലിലേക്ക് നമ്മൾ മാറണം. അടുത്ത ഇത് സ്കിപ്പ് ചെയ്തു, സ്ലൈഡ് സ്കിപ്പ് ചെയ്തോളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരിത് നമ്മൾ ശരിക്കും ഏർലി സ്ക്രീനിങ് ചെയ്യുമ്പോൾ നമ്മളൊരു യൂണിവേഴ്സൽ ഡെവലപ്മെൻറ്റ് സ്ക്രീനിങ് ആയിട്ട് ആദ്യം ഇപ്പോൾ തന്നെ സ്റ്റേറ്റ് ലെവലിൽ മിക്കവാറുള്ള എല്ലാ ഹോസ്പിറ്റലിലും നമുക്ക് OE മീറ്റേഴ്സ് ഒക്കെ ഉണ്ട്, OE ഒക്കെ ഉണ്ട്. പക്ഷേ അതിൽ നിന്നും അടുത്ത സ്റ്റെപ്പിലേക്ക് യൂണിവേഴ്സൽ ഡെവലപ്മെൻറ്റ് നോക്കാൻ വേണ്ടിയിട്ട് അംഗൻവാടികളും PHCകളും അതിൻ്റെ ഓരോ ടൂളായിട്ട് മാറ്റുക. അങ്ങനെ വരുമ്പോൾ വി വിൽ കവർ ദി എൻറ്റയർ സെക്ഷൻ ഓഫ് സൊസൈറ്റി. പക്ഷെ അതിലൊരു ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ 95% ഈ സ്ക്രീൻ ചെയ്ത് 95% കുട്ടികൾക്കും 60 ദിവസത്തിനിടയ്ക്ക് ഒരു ഇൻ്റർവെൻഷൻ നടന്നിരിക്കണം. തുടങ്ങാം എന്നുള്ള രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ആ കുട്ടികളെ നമുക്ക് കുറേ കൂടി എളുപ്പം മെയിൻ സ്ട്രീമിലേക്ക് മാറ്റാൻ സാധിക്കും. അപ്പോൾ ആ ലെവലിലേക്ക് ജസ്റ്റ് കീപ് ചേഞ്ച്. ഐ ടെൽ യു ടു ചേഞ്ച്. എവിടെയും ചേഞ്ച് ചെയ്താലും മതി കേട്ടോ. ഓക്കെ. രണ്ടാമത് ഇൻക്ലൂസീവ് സ്കൂളുകൾ. നമുക്കിന്ന് നാഷണൽ പോളിസിയുടെ ഭാഗമായിട്ട് സ്കൂളുകൾ ഇൻക്ലൂസീവ് എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ആ ഒരു ഇമ്പാക്റ്റിൽ ഒരു ചേഞ്ച് വരേണ്ടത് നമ്മുടെ സ്കൂളുകളിൽ നമ്മൾ റിസോർട്ട് സെൻറ്റേഴ്സ് ഉണ്ട്. ആ റിസോർട്ട് സെൻറ്റേഴ്സിൽ വരുന്ന ആൾക്കാർ അവരൊരു പെർട്ടിക്കുലർ ഏരിയയിലാണ് ട്രെയിൻഡ്. അപ്പോൾ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റിയോ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാൾ അവിടെ വന്ന് അവർ ഹാൻഡിൽ ചെയ്യുന്ന മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ്. അതിലൊരു പോളിസി ചേഞ്ച് വന്ന് ഓരോ സിറ്റിയിലോ ടൗണിലോ ഉള്ള സ്കൂളുകളിൽ നമുക്ക് ഓരോ സ്കൂളുകളും ഓരോ ഏരിയയിൽ സ്പെഷ്യലൈസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ തൃശ്ശൂർ എടുക്കുകയാണെങ്കിൽ തൃശ്ശൂരിൽ ഒരു സ്കൂളിൽ ഹിയറിംഗ് ഇമ്പയർഡ് വരുന്നു. അങ്ങനെ വരുമ്പോൾ അവിടെ ഹിയറിംഗ് ഇമ്പയർഡ് ട്രെയിനേഴ്സിനെ ആക്കാം. അപ്പോൾ അതൊന്ന്. പക്ഷേ അതിനേക്കാളും പ്രധാനം അത് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് വർക്ക് ചെയ്യുന്ന ഗവൺമെൻറ് ലെവലിൽ പോളിസി ആണെങ്കിൽ യൂണിവേഴ്സൽ ഡെലിവറി ഓഫ് ലേണിംഗ് എന്നുള്ളൊരിതുണ്ട്, UDL. ആ UDL ട്രെയിനിങ് എല്ലാ അധ്യാപകർക്കും കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ക്ലാസ്സിലുള്ള ഇന്ന് മിസ്സായി പോകുന്ന കുട്ടികളെയും കംപ്ലീറ്റ് നമുക്ക് ഇതിലോട്ട് മെയിൻ സ്ട്രീമിലോട്ട് കൊണ്ടുവരാൻ പറ്റും. അതാണ് ഡിജിറ്റൽ IEPസും UDL ട്രെയിനിങ്ങും പറയുന്നത്. അതുപോലെ തന്നെ ലൈബ്രറികൾ, നമ്മളിപ്പോൾ ലൈബ്രറി പുസ്തകം എടുക്കുന്ന ലൈബ്രറിയാണ്. അതുപോലെ തന്നെ അസിസ്റ്റീവ് ടെക്നോളജി ബോറോ ചെയ്യാൻ പറ്റുന്ന ലൈബ്രറികൾ നമ്മൾ ഓരോ ടൗണിലും ഓരോ ജില്ലയിലും ഓരോ സെറ്റപ്പ് ചെയ്യാൻ ബി ഗുഡ്. രണ്ടാമത് ഇത് ഒരു ട്രൈ ആൻഡ് മോഡലാണ്. ഞങ്ങൾ അതിലോട്ടൊരു ശ്രമം നടത്തുന്നുണ്ട്. റിവേഴ്സ് ഇൻ്റഗ്രേഷൻ. ഇന്ന് ഒരു ക്ലാസ്സിൽ 5 or 6 കുട്ടികളാണ് ഡിസബിലിറ്റി ഉള്ളത്. അവർ പല ഡിസബിലിറ്റിയാണ്. അതിൽ നിന്ന് മാറ്റം വരുത്തി നമുക്ക് ഒരു ക്ലാസ്സിൽ പകുതി കുട്ടികൾ ഡിസബിലിറ്റി ഉള്ളവരും പകുതി കുട്ടികൾ ടിപ്പിക്കലുമായിട്ടുള്ള കുട്ടികൾ വരുമ്പോൾ ഒന്ന് ഈ ടിപ്പിക്കലായിട്ടുള്ള കുട്ടികൾക്ക് മറ്റൊരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു ഇത് കൂടുന്നു. അവർ ബെറ്റർ സിറ്റിസൻസ് ആയിട്ട് മാറും. ഈ കുട്ടികൾ അതിൻ്റെ ബെനിഫിറ്റും വരും. അപ്പോൾ 100% സ്കൂളുകളും UDL കംപ്ലയൻ്റ് ആയിട്ട് മാറ്റുക എന്നുള്ള ലെവലിലേക്ക് പോവാം. ക്യാൻ യു പുട്ട് ദ നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ്. മറ്റോ ഞാൻ പലപ്പോഴും പറഞ്ഞു ശരിക്കും നമുക്ക് ഒരു യൂണിവേഴ്സിറ്റി ആവശ്യമാണ്. എനിക്ക് തോന്നുന്നു മിനിസ്റ്റർ എല്ലാം നിപ്പുറം അതിനെ ഒരു യൂണിവേഴ്സിറ്റി ആക്കാൻ മാറ്റാൻ പറ്റുകയാണെങ്കിൽ വി വിൽ എൻഡ് അപ്പ് ബിക്കമിങ് എ ലീഡിങ് തിങ് ഇൻ ദ കൺട്രി. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഏരിയയിൽ മിനിസ്റ്റർ പറഞ്ഞൊരു ഗ്യാപ്പുണ്ട്, പ്രൊഫഷണൽസിൻ്റെ ഒരു ഗ്യാപ്പ്. ഇന്ന് ഓക്യുപ്പേഷണൽ തെറപ്പി പാസ്സായി വരുന്ന ഒരാൾ എൻജിനീയറിംഗ് പാസ്സായി നല്ല IT കമ്പനിയിൽ കയറുന്നതിൻ്റെ ഇരട്ടി ശമ്പളമാണ് കിട്ടുന്നത്. പക്ഷേ നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഇപ്പോൾ ഇപ്പറിനും നിഷീന്നും ഈ വർഷം പാസ്സാവുകയാണ്. നമുക്ക് ഇതുവരെ പ്രോഗ്രാംസ് ഇല്ലായിരുന്നു, കഴിഞ്ഞ കുറച്ച് വർഷം മുമ്പ് ചെയ്തു തുടങ്ങിയതാണ്. ആ ഒരു ഗ്യാപ്പ് ഈ സാലറി കൊടുക്കണമെന്നുള്ളതല്ല, പക്ഷേ ഇവർ ഒരു വർഷം ട്രെയിനിങ് കഴിയുമ്പോൾ അവരങ്ങ് വിദേശത്ത് പോവാം. വി ഹാവ് ടു ക്രിയേറ്റ് എ സർപ്ലസ് ഓഫ് പീപ്പിൾ. അപ്പോൾ ആ ലെവലിലേക്ക് അത് മാറണം. അത് വലിയൊരു മേജർ ഇതായിട്ട് മാറുകയും വേണം. ഗോ ടു ദ നെക്സ്റ്റ് ലൈൻ. അടുത്തത് ഈ ന്യൂറോ ഡൈവേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് വർക്ക് പാത്വേസ്. അത് ഡിസബിലിറ്റി സെക്ടറിലുള്ള എല്ലാവർക്കും ഉള്ള വരുന്നത്. നമുക്കിന്ന് ഗവൺമെൻറ്റിൽ കോട്ടയുണ്ട് ആൾക്കാർ, പക്ഷേ ഈ വരുന്ന ആൾക്കാർ പലപ്പോഴും ആ ഓഫീസുകളിൽ അവർക്കൊരു എമ്പത്തി ഇല്ല. അപ്പോൾ കുഴപ്പമില്ല, കോട്ടയം കിട്ടി അവിടെ ഇരിക്കട്ടെ എന്നുള്ള അതിൽ നിന്നൊരു മാറ്റം വരണം. അതിന് ചെയ്യേണ്ടത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോ ജില്ലയിൽ ഓരോ കാറ്റലിസ്റ്റ് വേണം. ആ കാറ്റലിസ്റ്റ് ഒരു ഡിസബിലിറ്റി ഉള്ള ഒരാൾ അവിടെ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ആ ഓഫീസിലുള്ള എല്ലാവരെയും ട്രെയിൻ ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഓഫീസേഴ്സ് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടും ഡിസബിലിറ്റി ആയിട്ടുള്ളവരുമായിട്ട് എങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നുള്ള ട്രെയിൻ ചെയ്തിട്ട് അവരതിനെ പ്രോത്സാഹിപ്പിച്ച് അവർക്കുള്ള സപ്പോർട്ടായിട്ട് മാറുന്നു. അങ്ങനെ വരുമ്പോൾ ഇവരെ മുകളിലോട്ട് കൊണ്ടുപോകാൻ പറ്റും. പലപ്പോഴും വന്ന് സ്റ്റക്കായിട്ടിരിക്കുകയാണ്, കുറേ ഫ്രസ്ട്രേഷനും വരും. അപ്പോൾ എംപ്ലോയേഴ്സ്, ഇതിപ്പോൾ പബ്ലിക് സെക്ടർ മാത്രമാണ്, എംപ്ലോയേഴ്സിനും അതിനുള്ള
മോട്ടിവേഷൻ കൊടുക്കണം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ടൊരു എൻ്റെ ഒരു ഇതിൽ ഈ പീരീഡ് കഴിയുമ്പോൾ എനി പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഹു നീഡ്സ് എ ജോബ് ഷുഡ് ഹാവ് എ ജോബ്. ആ ലെവലിലേക്ക് മൂവ് ചെയ്യാം. ക്യാൻ ഗോ ടു നെക്സ്റ്റ് സ്ലൈഡ്. അടുത്ത സ്ലൈഡ്. അസിസ്റ്റഡ് ലിവിങ്, ഇത് കൂടുതലും ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്കാണ്, ഓട്ടിസം ഉള്ളവർക്കുള്ള. ഈ അസിസ്റ്റൻറ്റ് ലിവിങ്ങിന് 2 മോഡൽസ് നോക്കുക. ഒന്ന്, അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റും NGOസും കൂടെ ചേർന്നിട്ടുള്ള ഒരു മോഡൽ നമുക്ക് കൊണ്ടുവരണം. ആ മോഡൽ പ്രകാരം അവർക്ക് അവരുടെ കപ്പാസിറ്റി അനുസരിച്ച് പലപ്പോഴും പറ്റുന്ന സർക്കാർ ഒരു കാര്യം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ കുടുംബത്തിൻ്റെ അത് എൻ്റെ ഉത്തരവാദിത്വം ഇല്ല, സഹോദരങ്ങളെ സഹായിക്കില്ല. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് ശ്രീ E.K. നായനാർ പണ്ടൊരിക്കൽ ഞങ്ങൾ കുറച്ച് സംസാരിച്ച് പറഞ്ഞാണ്, ഡിസബിലിറ്റി ഉള്ളൊരു കുട്ടി ആ രക്ഷകർത്താക്കളുടെ ഉത്തരവാദിത്വമല്ല, സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. പക്ഷേ പലപ്പോഴും പറ്റുന്നത് ആ ഒരു ഇതോടുകൂടി ഗവൺമെൻറ് മുന്നോട്ട് പോകുമ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാമിലി പോലും സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് വി ഹാവ് ടു പേരൻറ്റ് കൂടി ഇൻവോൾവ് ആയിട്ടുള്ള ഒരു, അല്ലെങ്കിൽ ഗവൺമെൻറ് ബാധ്യത ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ ആ ലെവലിലേക്കുള്ള പരിമിതമായ സമയം നമുക്കതിന് അനുവദിക്കുന്നില്ല. വളരെ വിശദമായി തന്നെ അതിനെ നയം എങ്ങനെ രൂപവൽക്കരിക്കണം എന്നുള്ളത് സാർ ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. അടുത്തതായി നമ്മോട് സംസാരിക്കുന്നത് ഡോക്ടർ PT ബാബുരാജ് സാറാണ്. ഡിസബിലിറ്റി കമ്മീഷണറാണ്, നമുക്കൊക്കെ പരിചിതമാണ്. ഭിന്നശേഷി അവകാശ നിയമത്തിൻ്റെ പ്രയോഗവൽക്കരണം, കമ്മീഷണറേറ്റിൻ്റെ പ്രവർത്തനങ്ങൾ എന്നിവയാണ് വിശദീകരിക്കുന്നത്. 5 മിനിറ്റ് കൊണ്ട് തന്നെ അദ്ദേഹം അത് അവസാനിപ്പിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. മുൻ ഡീൻ, പ്രൊഫസറും ഡയറക്ടറും സ്കൂൾ ഓഫ് ബിഹേവിയർ സയൻസ് MG യൂണിവേഴ്സിറ്റി കോട്ടയം, ഓണററി ഡയറക്ടർ സെൻട്രൽ യൂണിവേഴ്സിറ്റി സെൻറ്റർ ഫോർ ഡിസബിലിറ്റി സ്റ്റഡീസ്, എത്തിക്കൽ കമ്മിറ്റി അംഗം, ഇന്റർ യൂണിവേഴ്സിറ്റി സെൻറ്റർ ഫോർ ബയോമെഡിക്കൽ റിസർച്ച്, MG യൂണിവേഴ്സിറ്റി ഗവേണിംഗ് ബോഡി അംഗം, NIPMR തൃശ്ശൂർ ഗവൺമെൻറ് കേരള എക്സിക്യൂട്ടീവ് ബോർഡ്, ഇപ്പോൾ കമ്മീഷണർ, എക്സിക്യൂട്ടീവ് അംഗം തിരുവനന്തപുരം. ഇതൊക്കെയാണ് അദ്ദേഹം വഹിക്കുന്ന ചുമതലകൾ. വളരെ ആദരപൂർവ്വം അദ്ദേഹത്തെ ഇവിടെ ക്ഷണിക്കുകയാണ്.